കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്ന് പുതിയൊരു പരീക്ഷണമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ടിപ്സാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അപ്പോൾ ഞാൻ ആദ്യം മുതലുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതാണ് ഞാൻ ഈ ഒരു കോലത്തിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുടിയൊക്കെ ഒന്ന് ആദ്യം ഫേസിലുള്ള ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ആദ്യം നമുക്കൊന്ന് കെട്ടി വെക്കണം, ശരിക്കും കെട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചീകിയതിന് ശേഷം കെട്ടി വയ്ക്കുകയാണ്. ചീകട്ടെ കേട്ടോ. അപ്പോൾ എന്നിട്ട് കെട്ടി വയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ചീകി കൊടുക്കട്ടെ കേട്ടോ. നമുക്ക് ഫേസിലേക്ക് മുടിയൊന്നും വീഴരുത്, അതാണ് നമ്മൾ ആവശ്യം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഞാനിങ്ങനെ ഒന്നിച്ചെടുത്ത് കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫേസിൽ മുടി കാര്യങ്ങളൊന്നുമില്ല. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഫേസ് നമ്മളൊന്ന് മൈൽഡായിട്ടുള്ള ഫേസ് വാഷോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് കഴുകുക. ഇനിയിപ്പോൾ നല്ല ശുദ്ധ വെള്ളത്തിൽ കഴുകിയാലും മതി കേട്ടോ, നന്നായിട്ട്. ഞാനിപ്പോൾ കഴുകുന്നതിന് മുന്നേ എൻ്റെ ഫേസ് കണ്ടില്ലേ, ഞാൻ ഓരോ പണിയിലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾ കണ്ടില്ലേ, കറണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് ബാക്കി നമുക്ക് കാണിച്ചു തരാം. ഫേസൊക്കെ ഒന്ന് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഒരു ടവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒപ്പി കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് തുടയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരയ്ക്കാതിരിക്കുക, ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഉരയ്ക്കാതെ ഒപ്പിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് എന്നറിയോ? ഇനി നമ്മളെ ഫേസ് ഒന്ന് ആവി കൊള്ളിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എന്തെങ്കിലും ഒന്ന് ചൂടാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ആവി ഉണ്ടാവില്ലേ, ഒറ്റ സെക്കൻഡ് മാത്രം ആവി ഒന്ന് നമ്മളെ ഫേസിലൊന്ന് തട്ടിയാൽ മതി, അത്രയും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കൊള്ളിക്കുക. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ വെള്ളം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ മുഖത്തൊന്ന് ജസ്റ്റ് തട്ടിച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഫേസൊക്കെ ഒന്ന് ആവി കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതിങ്ങനെ നടുക്കൊന്ന് പീസാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതിന് ഒരു പീസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഞെക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കുക. അതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊന്ന് ഇങ്ങനെ ഞെക്കി കൊടുക്കുക. ഇനി ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം. നമുക്ക് ഇത് മാത്രം മതി കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് മാത്രം വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളെ മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം, ഇങ്ങനെ വട്ടത്തിൽ. പിന്നെ ഒരിക്കലും നമ്മളിങ്ങനെ നീളത്തിലല്ല ഫേസിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ചെയ്യേണ്ടത് കേട്ടോ. കറണ്ട് വന്നതാണ്, കറണ്ട് പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഗ്ലോ കിട്ടും. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വെളുക്കും എന്നല്ല കേട്ടോ അതുകൊണ്ട് കാണിക്കുന്നത്. നന്നായിട്ട് നമുക്കൊരു തിളക്കം കിട്ടും, ഫേസിന് ഒരു തിളക്കം കിട്ടും. നന്നായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ അധികം എന്താ പറയുക എഫേർട്ട് എടുത്തിട്ട് ചെയ്യരുത്. അതായത് അധികം ഇങ്ങനെ ഉരച്ച് അങ്ങനെ ആക്കരുത്. പതുക്കെ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്യുക, ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ഇങ്ങനെ റൗണ്ടിലാണ് നമ്മൾ സ്ക്രബ് ചെയ്യേണ്ടത്. ഇങ്ങനെ റൗണ്ടിൽ സ്ക്രബ് ചെയ്യുക. കണ്ടോ, റൗണ്ടിൽ നമ്മളെ കവിളിലും ഇവിടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ആയിട്ടും പിന്നെ അതുപോലെ നെറ്റിയിലൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മൾ ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലിങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ ഇടാനുള്ളൊരു റിബണൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിങ്ങനെ റൗണ്ടിലാണ് നമ്മളിങ്ങനെ ഉരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ റൗണ്ടിൽ എല്ലായിടത്തും ഉരച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മളിത് മസാജ് ചെയ്യുക. ഞാനിങ്ങനെ 5 മിനിറ്റ് ഇങ്ങനെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഞാൻ ഇനി ഇങ്ങനെയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഞാൻ എന്നിങ്ങനെ അടുക്കളയിലുള്ള കാര്യങ്ങളല്ല നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലധികം കണ്ടൻറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതായത് അങ്ങനെ പുറത്തുനിന്ന് ഇതിനായിട്ട് നമ്മളൊന്നും വാങ്ങിക്കാത്ത രീതിയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാനിങ്ങനെ കുറേ പരീക്ഷണങ്ങളൊന്നും നടത്തുന്ന ഒരാളല്ല. പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു എന്താ പറയുക നെഗറ്റീവ് ആയിട്ട് തോന്നാത്ത രീതിയിലുള്ളത് മാത്രം ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുടിയുടെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളത്. നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ, കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം, അവിടെയും കൂടെ നമ്മളത് ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടെ അത് ഉൾപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് നേരം മസാജ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ മുടിയുടെ കുറച്ച് കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിനി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഒരുപാട് പരീക്ഷണങ്ങളൊന്നും ഞാൻ ഫേസിലായാലും ഹെയറിലായാലും ഞാൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ എൻ്റെ തലയിലാണെങ്കിലും ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് തലയിൽ തേക്കാറുള്ളത്. വെളിച്ചെണ്ണ മാത്രമേ ഞാൻ തലയിൽ തേക്കാറുള്ളൂ. അതുപോലെ താളി, ചെമ്പരത്തിയുടെ താളിയില്ലേ അത്. പിന്നെ ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ടൈമിൽ കുറുന്തോട്ടി ഉണ്ടല്ലോ, നമ്മുടെ തൊടികളിലൊക്കെ സാധാരണ കിട്ടുന്ന ഒരു സാധനമാണല്ലോ കുറുന്തോട്ടി എന്ന് പറയുന്നത്. ആ ഒരു കുറുന്തോട്ടി ഞാൻ തേക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറുന്തോട്ടി നമുക്ക് പണ്ടൊക്കെ കല്ലിൽ നമ്മൾ അലക്കണ കല്ലുണ്ടല്ലോ, കുളിക്കാൻ പോകുമ്പോൾ അലക്കുന്ന ആ ഒരു കല്ല്, ആ കല്ലിൽ വെച്ചിട്ടാണ് നമ്മൾ കുറുന്തോട്ടിയൊക്കെ അരച്ചെടുക്കാറുള്ളത്. അപ്പോൾ ഈ കുറുന്തോട്ടിയുടെ വേരും അതിൻ്റെ തണ്ടിനും ഒക്കെ ഭയങ്കര ഒരു ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കുറച്ച് മെനക്കെട്ടാൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അന്നൊക്കെ അത് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുളത്തേക്കാണ് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്, അതൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ടൈമിൽ പോകുമ്പോൾ പറിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് കുളമാണെങ്കിൽ ഒഴുകുന്ന വെള്ളമാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് അത് കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ ആ കല്ലിലിട്ട് ഉരച്ച് അങ്ങനെ തലയിൽ തേച്ച് വെള്ളത്തിൽ ഒഴുകുന്ന വെള്ളത്തിൽ തല കഴുകിയിട്ടാണ് നമ്മൾ വരാറുള്ളത് കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് ഇപ്പം ഇവിടെ നിന്ന് അങ്ങനെ ആ ഒരു കുറുന്തോട്ടി അങ്ങനെ അധികം കാണുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല കുറച്ച് ബുദ്ധിമുട്ടല്ല നമുക്കത് ഉപയോഗിക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയാണ് എളുപ്പം. ഇപ്പം പിന്നെ എന്തായി, നമുക്ക് എന്താ പറയുക സമയത്തിന് കുറേ പരിമിതികളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എളുപ്പപ്പണികളാണ് നോക്കുക. എളുപ്പം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം നോക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അത് ചെമ്പരത്തിയിൽ മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കൂടെ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ അത് അല്ലാതെ ഇപ്പോൾ നമ്മൾ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ച് കെമിക്കലൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളല്ലാതെ ഞാൻ ഉപയോഗിക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് ഫേസിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേറൊരു കാര്യം എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളിതിലൊരു ബാക്കിയുള്ളൊരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു പീസ് നമ്മൾ മാറ്റി വെക്കരുത്, കറിയിൽ കൊണ്ടുപോയി ഇടരുത്. ചുരുക്കി പറഞ്ഞ വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾ കഷ്ടിച്ചൊരു പീസ് എടുത്തിട്ട് ബാക്കി കൊണ്ടുപോയിട്ട് കറിയിലിടാം എന്ന് വിചാരിക്കേണ്ട, കറിയിലിടരുത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, കഴിക്കുക. ദിവസം ഒരു തക്കാളി വീതം നിങ്ങൾ കഴിക്കണം. അപ്പം ഞാൻ ഒരു തക്കാളിക്ക് പകരം അര തക്കാളി ആക്കിയിട്ടുണ്ട്. ഓക്കെ, അര തക്കാളി ഞാൻ ഫേസിൽ യൂസ് ചെയ്യും, അര തക്കാളി ഞാൻ കഴിക്കും. ഒന്ന് കഴിക്കണം എന്നാണ് കേട്ടോ. അത്
ഇത് നിങ്ങൾ കഴിക്കുക. എന്തായാലും ഒരു തക്കാളി നിങ്ങൾ കഴിച്ചിരിക്കണം. ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ തക്കാളി നമ്മുടെ ശരീരത്തിന് നല്ല സംഭവമാണ് കേട്ടോ. അത് കഴിക്കുക. പിന്നെ ഇങ്ങനെ ഒരാഴ്ച നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് മസ്റ്റായിട്ടും റിസൾട്ട് പറഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്കുള്ള മാറ്റം ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും ചെയ്തിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി. ഒരാഴ്ച ഞാൻ ചെയ്തൊരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താ വെച്ചാൽ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ എടുത്തേക്കാൻ മറന്നുപോയി ഫേസിൻ്റെ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക, ഒരാഴ്ച ഇത് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ആ ചെയ്യേണ്ടത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിനി കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫേസൊക്കെ ഒന്ന് വെറും വെള്ളത്തിൽ, പച്ച വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇതേ ഒരു കുരു. മാറ്റമുണ്ടോ നിങ്ങൾ പറ? ഉണ്ട് അല്ലേ? ഒരു ഗ്ലേസിങ് അല്ലേ? അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൃത്യം ഒരാഴ്ച ചെയ്യാം. ഇതിന് ലേഡീസ് ജെൻസ് എന്നൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാം. പക്ഷേ പൊതുവേ ആണുങ്ങളൊന്നും ഇങ്ങനെ ചെയ്യാറില്ല, ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇത്തിരിയൊക്കെ റെഡി ആവാൻ ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? കുറച്ചൊക്കെ ഒന്ന് റെഡി ആവണ്ടേ? അപ്പോൾ ഇത് കണ്ടോ, കാണുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെ നമുക്കൊരു വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ബൈ.